ഗുഡ് മോർണിംഗ് എവരി വൺ. നമ്മളുടെ പി എസ് സിയുടെ ഡിഗ്രി ലെവൽ എക്സാമിലുള്ള ഒരു എന്താ പറയുന്നത് നമ്മളുടെ സിലബസ് നമ്മൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന രീതിയിൽ ചില പോയിന്റുകൾ, ചില ഹെഡിങ്സുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? നിങ്ങൾക്ക് കാണാൻ പറ്റും അത്. അപ്പോൾ അതിൽ ഇങ്ങനൊരു ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞൊരു ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്, ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഇന്നത്തെയും നാളത്തെയുമുള്ള 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഈ ഫീച്ചറുകളാണ്. അപ്പോൾ ഈ ഫീച്ചറുകൾ നിങ്ങൾക്ക് എന്താ പറയുന്നത്, ഇതുപോലത്തെ ഒരു ഹെഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ എന്നിട്ടും നമ്മൾ പി എസ് സിയുടെ ഈ ഒരു ക്ലാസ്സുകളിൽ കൂടി ഈ ഒരു ഹെഡ് ഉൾപ്പെടുത്താനായിട്ടുള്ള കാരണം, നിങ്ങൾ ക്വസ്റ്റ്യൻസ് പക്ഷേ ശ്രദ്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വിശദമായിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനുകളാണെങ്കിലും ഡയറക്റ്റ്ലി വരുന്ന ക്വസ്റ്റ്യനുകളാണെങ്കിലും അടിസ്ഥാനപരമായിട്ടുള്ള ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളിൽ അവ എന്ത് ചെയ്യാറുണ്ട്, പലപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. നിങ്ങൾ പി എസ് സിയുടെ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് പലപ്പോഴും വന്ന് കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എടുക്കാൻ പോകുന്ന ഈ 2 ക്ലാസ്സുകൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ്, നമ്മൾ പ്രധാനപ്പെട്ട നമ്മളുടെ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഫീച്ചറുകൾ, സ്വഭാവ സവിശേഷതകളാണ് നമ്മൾ 2 ക്ലാസ്സുകളിലായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ വെറുതെ പോയിട്ട് നിങ്ങൾ ജസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എന്താ പറയുന്നത് സിലബസ് നോക്കിയാൽ ഇങ്ങനൊരു ഹെഡ് നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇവിടെ എന്താ പറയുന്നത് എടുത്ത് ചർച്ച ചെയ്യാൻ പോകുന്ന ഈ ഭാഗം എന്താണ്, ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമായിട്ട് കണക്കാക്കുക. ഈ 2 ക്ലാസ്സുകളിലൂടെ നമ്മൾ പറയുന്ന നമ്മളുടെ ഭരണഘടനയുടെ പല പ്രത്യേകതകളിൽ നിന്നും എന്ത് ചെയ്യാറുണ്ട്, ചോദ്യങ്ങൾ ധാരാളമായിട്ട് വന്ന് കണ്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തായിരിക്കും ഇതിൻ്റെ ഓരോ ഘടകങ്ങളായിട്ട് സെപ്പറേറ്റ് എടുത്ത് ചർച്ച ചെയ്യും. നമ്മളിപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രത്യേകതകൾ, നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച്, DPSPസിനെ കുറിച്ച്, ഇതിൻ്റെ പാർലമെൻ്ററി ഫീച്ചറുകളെ കുറിച്ചൊക്കെ നമ്മൾ പറയും അല്ലേ? ഇതെല്ലാം പിന്നീട് എന്ത് ചെയ്യും, നമ്മൾ പിന്നീടും നമ്മൾ എന്ത് ചെയ്യും, കാണുന്നതായിരിക്കും ചിലപ്പോൾ പലയിടങ്ങളിലും. പക്ഷേ മനസ്സിലാക്കുക, അതിൻ്റെ എല്ലാം ഏറ്റവും പ്രാധാന്യമേറിയ പ്രത്യേകതയാർന്ന കാര്യങ്ങൾ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഈ ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ഈ 2 ഭാഗങ്ങളിലായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക, വളരെ പ്രാധാന്യത്തോടു കൂടിയിട്ട് വളരെ കൃത്യമായിട്ട് ഇതിന് എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തെല്ലാമാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ ചർച്ച ചെയ്ത് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഈ സ്ലൈഡ് ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. സ്ലൈഡിൽ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രത്യേകതകളിൽ ഏറ്റവും ആദ്യത്തെ ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊരു തലത്തിൽ എന്ത് ചെയ്യുക, നിങ്ങളിതിനെ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ പണ്ട് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു അല്ലേ, എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷനുകൾ പല വിധങ്ങളുണ്ട് അല്ലേ? റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു, ഈ റിട്ടൺ എന്ന വാക്കിനേക്കാളും കുറച്ചുകൂടി നല്ല വാക്ക് ഏതാണ്, കോഡിഫൈഡ് അല്ലെ? എന്താണ്, കോഡിഫൈ ചെയ്യപ്പെട്ടിട്ടില്ല, ഒന്നും എവിടെയും എഴുതി വെച്ചിട്ടില്ല എന്നതല്ല അർത്ഥം. എന്താണ്, അതെല്ലാം കൂടി ചെയ്ത് കോഡിഫൈ ചെയ്തിട്ട് ഒരു പേരിലുള്ള ഒരു പുസ്തകമാക്കി മാറ്റിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അല്ലെ? അപ്പൊ അൺറിട്ടൺ എന്ന തലത്തിൽ വരുന്ന കോൺസ്റ്റിറ്റ്യൂഷനുകൾക്ക് നമ്മൾ ഉദാഹരണങ്ങളും പറഞ്ഞിരുന്നു അല്ലെ? UK-യിലെ, അതുപോലെ തന്നെ ഏതാണ്, ന്യൂസിലൻഡിലെ, ഇസ്രായേലിലെ, ഇവിടത്തെയൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനുകൾ എങ്ങനത്തേതാണെന്ന് നമ്മൾ കണ്ടിരുന്നു, അൺറിട്ടൺ ആണ് അല്ലെങ്കിൽ അൺകോഡിഫൈഡ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനുകളാണ് എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പക്ഷേ എങ്ങനെയാണ്, അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പകരം അതാണ് നമ്മളുടെ ഒന്നാമത്തെ പ്രത്യേകത. നമ്മളുടേത് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മുടെ പ്രത്യേകത. ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. സോ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആദ്യത്തെ പ്രത്യേകത എന്താണ്, ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഏതാണ്ട് 470 ആർട്ടിക്കിളുകൾ, 25 പാർട്ടുകളായിട്ട് 15 ഷെഡ്യൂളുകളുമായിട്ട് കിടക്കുന്ന വളരെ ദൈർഘ്യമേറിയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന എന്ന് കൂട്ടുകാരെ ആലോചിച്ച് ഉറപ്പിച്ച് വെക്കുക. ഓക്കെ ആണല്ലോ? നിങ്ങൾക്കറിയാം, ആദ്യം എന്താ പറയുന്നത്, ഇത്രയധികം ആർട്ടിക്കിളുകളൊന്നും എന്തുണ്ടായിരുന്നില്ല, നമുക്ക് ഉണ്ടായിരുന്നില്ല എന്ന കാര്യവും ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ പലർക്കും അറിയുമായിരിക്കും അല്ലേ? അതിനുശേഷം എന്താണ് സംഭവിച്ചത്, നിലവിലിപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ആർട്ടിക്കിളുകളുടെ എണ്ണത്തിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് 470 നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എണ്ണം എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ് അത് അങ്ങനെ കിടക്കുന്നത്, നിങ്ങൾ പോയി നോക്കുകയാണെങ്കിൽ 395 എന്ന് പറയുന്ന
395 ആർട്ടിക്കിളുകൾ, അതായത് നമ്മൾ ലക്ഷ്മികാന്ത് പോലെയുള്ള പുസ്തകങ്ങളൊക്കെ നോക്കുമ്പോൾ അതിൽ 395 എണ്ണമേ അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവുള്ളൂ, നമ്പേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഒരുപാട് അമെൻമെന്റുകളിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, വീണ്ടും ആർട്ടിക്കിളുകൾ അതിൽ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് 470 ആർട്ടിക്കിളുകളും 25 പാർട്ടുകളും 12 ഷെഡ്യൂളുകളുമായിട്ട് നമ്മളുടെ ഭരണഘടന എന്ത് ചെയ്യുന്നുണ്ട്, വളരെ ബൃഹത്തായിട്ടുള്ള ഭരണഘടനയായിട്ട് നിലകൊള്ളുന്നുണ്ട്. ഇനി അപ്പോൾ അടുത്ത ചോദ്യം വരും അല്ലേ, എന്തിനാണ് ഇത്രയും വലിപ്പം ഇതിന് കൊണ്ടുവന്നത്? വൈ? ഇത്രയധികം വലിപ്പമേറിയ ഒരു ഭരണഘടന എഴുതി തയ്യാറാക്കിയത് എന്തിനായിരുന്നു? അതിന്റെ ആവശ്യമുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കാരണങ്ങൾ അതിനുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, നമുക്കറിയാം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗമാണ് ഇത്. ക്വസ്റ്റ്യൻ എന്തായിട്ട് തരാം, ചിലപ്പോൾ നമ്മളുടെ ഭരണഘടന എന്താണ്, ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, താഴെ തന്നിട്ടുള്ളവയിൽ ഏതെല്ലാമാണ് അതിന് കാരണമായിട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് എന്ന് വെച്ചിട്ട് ചെയ്യാം. ചിലപ്പോൾ ഒരു 4 സ്റ്റേറ്റ്മെന്റ് തരും, അതിൽ ചിലപ്പോൾ ഒരെണ്ണം ഉണ്ടാവില്ല, ബാക്കി 3 ആയിരിക്കും ശരിയായിട്ടുള്ള ആൻസർ. എന്നിട്ട് ആൻസറിൽ എന്ത് ചെയ്യും, 1, 3, 4 ശരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് തരും അല്ലെ. പുതിയൊരു രീതി അങ്ങനെയാണല്ലോ. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾ അങ്ങനെ സ്റ്റേറ്റ്മെന്റുകൾ വരുന്ന സമയത്ത് മനസ്സിലാക്കണമെന്ന് എന്ത് ചെയ്യുക, കാരണങ്ങൾ കൂടി ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. എന്തൊക്കെയാണ് കാരണങ്ങൾ? ഒന്നാമത്തേതായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ആണ്. എന്താണ്? ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ, ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ്. എന്താണ് ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് അഥവാ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളുടെ രാജ്യം എന്ന് പറയുന്നത് എന്താണ്, വളരെയധികം വിസ്തൃതിയാർന്ന ഒരു എന്താണ് രാജ്യമാണ് അല്ലെ. ഒരുപാട് വിസ്തൃതിയാർന്ന ഒരു രാജ്യമാണ്, വളരെ വലിയ ഏരിയ ആണ് അല്ലെ. 7ാമത് ഏറ്റവും വലിയ വലിപ്പത്തിന്റെ കാര്യത്തിൽ 7ാം സ്ഥാനത്ത് ലോകത്ത് നിൽക്കുന്ന വളരെയധികം വലിപ്പമേറിയ ഒരു രാജ്യമാണ്. ഇതിനൊപ്പം തന്നെയോ നമ്മളുടെ ഭൂമിശാസ്ത്രപരമായിട്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജനങ്ങളുടെ പരസ്പരം നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ്, വൈവിധ്യമാർന്ന ഒരു രാജ്യമാണെന്ന് കാണാൻ പറ്റും അല്ലെ. അപ്പോൾ ഭൂമിശാസ്ത്രപരമായിട്ട് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഹിമാലയമുണ്ട് അല്ലെ, വിന്ധ്യനെ പോലെയുള്ള പർവ്വതനിരകൾ നടുവിൽ വരുന്നുണ്ട്, ഡെക്കാൻ പീഠഭൂമിയുണ്ട്, നമ്മളുടെ ഡെസേർട്ട് ഏരിയകളുണ്ട്, കോസ്റ്റൽ എന്താ പറയുക, കണ്ടിന്യൂസ് ആയിട്ടുള്ള കോസ്റ്റൽ ലൈനുകളുണ്ട്, ദ്വീപ് സമൂഹങ്ങളുണ്ട് അല്ലെ, നദീതീരങ്ങളിൽ താമസിക്കുന്ന ആളുകളുണ്ട്, പ്ലെയിനുകളിൽ താമസിക്കുന്ന ആളുകളുണ്ട്. ഈ വിധത്തിൽ ധാരാളമായിട്ടുള്ള ജിയോഗ്രഫിയിൽ ഉള്ള വ്യത്യാസങ്ങൾ കാരണം തന്നെ കൾച്ചറലായിട്ടും അവരുടെ എന്താ പറയുക വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ, ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ആണെങ്കിൽ ധാരാളമായിട്ട് വ്യത്യസ്തതകൾ പുലർത്തുന്ന ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ ഇത്തരത്തിൽ വ്യത്യസ്തമാർന്ന ജനവിഭാഗങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെ എല്ലാവരുടെയും പ്രത്യേകതകൾ എന്തിലേക്ക് കണക്കാക്കണമായിരുന്നു, നമ്മളുടെ ഭരണഘടനയിലേക്കും കണക്കാക്കണമായിരുന്നു അല്ലെ. പല ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള തന്നെ നോക്കുകയാണെങ്കിൽ പല ഭാഷകൾ സംസാരിക്കുന്ന ആളുകളുണ്ട്, അവരുടെ ഭാഷകൾ സംരക്ഷിക്കാനും മറ്റുള്ള എന്താ പറയുക ഫാക്ടേഴ്സ് അതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അവരുടെ എന്താ പറയുക കൾച്ചർ അതിൽ കണക്കാക്കേണ്ടതുണ്ട് അല്ലെ. ഏതെങ്കിലും ഒരു വിഭാഗത്തിനോട് മാത്രം കൂറു പുലർത്തുന്ന ഒന്നായി തീരാൻ കഴിയുമോ ഒരു ഭരണഘടന? തീർച്ചയായിട്ടും കഴിയുകയില്ല അല്ലെ. അതുകൊണ്ട് തന്നെ ഒരു ഭരണഘടന എന്ന് പറയുന്നത് ആ ദേശത്തിലെ ഏറ്റവും ചെറിയ മൈനോറിറ്റിയെ, ഏറ്റവും എന്താ പറയുന്നത് ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായിട്ടുള്ള ഒരാളെ പോലും എന്ത് ചെയ്യേണ്ടതുണ്ട്, ആ ഭരണഘടന കൃത്യമായിട്ട് കണക്കിലെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ്, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാരണങ്ങൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഈ ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആക്കി മാറ്റുന്നത്. അല്ലെങ്കിൽ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ എന്താണ് ആ വാക്ക്, ബൾക്കിനെസ്സിന് കാരണമാകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? റീസൺസ് ഫോർ ദ ബൾക്കിനെസ്, ഒരു വലിയ തടിച്ച പുസ്തകമായി മാറാൻ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം ഇതായി മാറുന്നു. ഇനി രണ്ടാമത്തെ കാരണം ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ് അഥവാ ചരിത്രപരമായിട്ടുള്ള കാരണങ്ങൾ. എന്താണ് ഈ ചരിത്രപരമായിട്ടുള്ള കാരണങ്ങൾ എന്ന് വെച്ചാൽ, ചരിത്രപരമായിട്ട് നമുക്ക് പല കാരണങ്ങളും കണ്ടെത്താം. അതായത് ഇപ്പോൾ നമ്മളുടെ ഗാന്ധിയൻ പ്രിൻസിപ്പിളുകൾ അല്ലെ, ഗാന്ധിയൻ പ്രിൻസിപ്പിളുകൾ പലതും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നിട്ടുണ്ട്. നമ്മളുടെ സ്വാതന്ത്ര്യം, ഫ്രീഡം സ്ട്രഗിളിന്റെ ഭാഗമായിട്ട് ഉയർന്നു വന്ന ഒരുപാട് ആശയങ്ങളുടെ പ്രതിഫലനം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, നമ്മളുടെ ഭരണഘടനയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ തരത്തില് the reflections of many ideals that we saw during the Renaissance movements, otherwise the freedom struggle movement, all these things can be witnessed in our constitution. Historical factors എന്ന രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, ചരിത്രപരമായിട്ട് നമ്മൾ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള നമ്മളുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ, സ്വാതന്ത്ര്യ സമരത്തിന്റെ അല്ലെ, യുവാക്കളുടെ അതിശക്തമായിട്ടുള്ള സമരങ്ങളുടെ, വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടി നടത്തിയ സമരങ്ങളുടെ, സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി നടത്തിയ പോരാട്ടങ്ങളുടെ, ഇവയുടെ എല്ലാത്തിൻ്റെയും പ്രതിഫലനങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ചരിത്രപരമായിട്ടുള്ള സംഭവങ്ങളുടെ, ഇന്നത്തെ ഭാരതത്തിന് അല്ലെങ്കിൽ ഭാരതത്തിനെ ഒരു സ്വതന്ത്രമാക്കാൻ കാരണമായിട്ടുള്ള പോരാട്ടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള, ദർശിച്ചിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ഐഡിയൽസിൻ്റെയും ഒരു റിഫ്ലക്ഷൻ നമുക്ക് എവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, നമുക്ക് നമ്മുടെ ഭരണഘടനയിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ് നമുക്ക് എവിടെ കാണാൻ സാധിക്കും,
ഭരണഘടനയിൽ കാണാൻ സാധിക്കും. അവയെല്ലാം ഉൾക്കൊണ്ടത് കൊണ്ട് തന്നെ എന്താക്കി മാറിയിട്ടുണ്ട് നമ്മളുടെ ഭരണഘടന? ബൾക്കിനെസ് എന്ത് വന്നിട്ടുണ്ട്? അതിന് കാരണമായിട്ടുണ്ട്. ഇനി മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രപരം എന്ന് പറയുമ്പോൾ നമ്മൾ മറക്കാൻ പാടില്ലാത്ത മറ്റൊരു കാര്യമാണ് ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935. ചരിത്രപരം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ തീർച്ചയായും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? വിശദമായിട്ട് തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള നമ്മൾ ഇൻട്രൊഡക്ഷനിൽ നമ്മളുടെ ഹിസ്റ്റോറിക്കൽ അണ്ടർപിന്നിങ്സ് എന്ന് പറയുന്ന രീതിയിൽ ചരിത്രപരമായിട്ടുള്ള നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റ് അസംബ്ലിയിലേക്ക് നമ്മൾ എത്തിച്ചേർന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ റെഗുലേഷൻ ആക്ട് മുതൽ തുടങ്ങിയിട്ട് 1773 റെഗുലേഷൻ ആക്ട് മുതൽ തുടങ്ങിയിട്ട് നമ്മൾ ചാർട്ടർ ആക്ടുകൾ, പിറ്റ്സ് ഇന്ത്യ ആക്ടിലൂടെയും ചാർട്ടർ ആക്ടുകളിലൂടെയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൗൺസിൽസ് ആക്ടിലൂടെയൊക്കെ വന്നിട്ട് നമ്മൾ എവിടേക്ക് എത്തിയിട്ടുണ്ട്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലേക്ക് എത്തിയിട്ടുണ്ട്. 1935 വട്ടമേശ സമ്മേളനങ്ങളെല്ലാം കഴിഞ്ഞ് ധവളപത്രമെല്ലാം പുറപ്പെടുവിച്ച് കഴിഞ്ഞത് നമ്മളുടെ പൂന പാക്ട് എല്ലാം കഴിഞ്ഞ് അവസാനം എന്തിലേക്ക് എത്തുന്നുണ്ട്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലേക്ക് എത്തുന്നുണ്ട്. ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യക്ക് വേണ്ടി പാസാക്കിയ ഏറ്റവും വലിയ നിയമം ഏത് എന്ന ചോദ്യത്തിന് ഉത്തരം ഏതാണ്? 1935 ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് തന്നെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ ഈ ഒരു ആക്ടിലെ ഒരുപാട് ഇടങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളുടെ ഇപ്പോഴത്തെ പ്രസന്റ് കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ് ഏതാണ്ട് 50% എന്ത് നമ്മളുടെ ഭരണഘടന എന്ന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ പറയാറുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ 1935 ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതായത് അവയിൽ ജസ്റ്റ് എന്താ പറയുന്നത്, ചില അവകാശങ്ങൾ അല്ലെങ്കിൽ ചില റൈറ്റ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ചില എന്താ പറയുക കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്. പകരം എന്താണ്? ഈ ഓരോ നിയമങ്ങളും നടപ്പിലാക്കേണ്ട അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലുള്ള കാര്യങ്ങൾ കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? ഈ 1935 ആക്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പരാമർശിച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതായത് നോട്ട് ജസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ സൈഡ് ബട്ട് ദ അഡ്മിനിസ്ട്രേറ്റീവ് സൈഡ് ഓഫ് ഓൾ ദീസ് ആക്ട്സ് ആർ ഓൾസോ represented or also said in this particular 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. അതുകൊണ്ട് തന്നെ എന്തായി മാറി? ആ ഒരു രേഖ എന്ന് പറയുന്ന ഒരു ബൃഹത്തായിട്ടുള്ള ഒരു രേഖയായിട്ട് മാറി, വളരെ ബൾക്കി ആയിട്ടുള്ള ഒരു രേഖയായിട്ട് മാറുകയാണ്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അപ്പൊ ചരിത്രപരം എന്ന് പറയുന്ന സമയത്ത് ഈ ഐഡിയകളെല്ലാം ഒന്നിച്ചു ചേർത്തുകൊണ്ട് എന്ത് ചെയ്യുക? നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇനി മൂന്നാമത് കാരണം എന്താണ്? ഒരൊറ്റ കോൺസ്റ്റിറ്റ്യൂഷൻ, സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമുക്കുള്ളത്. അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ നമ്മളിവിടെ പറയും, ശ്രദ്ധിക്കുക. കാരണം എന്താണ്? നമുക്ക് സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഒന്നിൽ കൂടുതൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള ഒരു ഭാഗം നമുക്കുണ്ടോ? നമുക്ക് നേരത്തെ അറിയാം എന്താണ്, ജമ്മു ആൻഡ് കാശ്മീർ ഉള്ള സമയത്ത് ജമ്മു ആൻഡ് കാശ്മീരിന് പ്രത്യേകമായിട്ടുള്ള നിയമങ്ങൾ അടങ്ങുന്ന ഒരു സംഹിത ഉണ്ടായിരുന്നു അല്ലെ? ഫെഡറൽ സ്ട്രക്ചർ എന്ന് നമ്മൾ പറയുമെങ്കിലും നമ്മളുടെ എങ്ങനെയാണ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന രീതിയിലാണ് നമ്മൾ കണക്കാക്കാറുള്ളത് എന്നൊക്കെ കൂട്ടുകാർക്ക് അറിയുമായിരിക്കും. അപ്പൊ സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതാണ് ഇത് മറ്റൊരു പ്രത്യേകത. അതായത് നമ്മളുടെ ഇവിടെ സ്റ്റേറ്റുകളുടെ, സംസ്ഥാനങ്ങളുടെ കാര്യമാണെങ്കിലും സെൻറ്ററിൻ്റെ തലത്തിലുള്ള നിയമങ്ങളാണെങ്കിലും ഇവയെല്ലാം നടപ്പിലാക്കാനായിട്ട് ഒരൊറ്റ ഭരണഘടനയാണുള്ളത് അല്ലേ? നമുക്ക് കേരളത്തിന് പ്രത്യേക ഭരണഘടനയുണ്ടോ? ഉത്തർപ്രദേശിന് പ്രത്യേകം ഒരു ഭരണഘടനയുണ്ടോ? രാജസ്ഥാന് പ്രത്യേകം ഒരു ഭരണഘടനയുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല അല്ലേ? നമുക്ക് എങ്ങനെയാണ്? എല്ലാം കൂടി ഒരൊറ്റ ഇന്ത്യൻ ഭരണഘടനയാണ്. അതിൽ സംസ്ഥാന നിയമങ്ങളാകട്ടെ അല്ലെ, എത്രയധികം സംസ്ഥാനങ്ങളുണ്ട്, കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്, അവയെ സംബന്ധിക്കുന്ന എല്ലാ വിധത്തിലുള്ള കാര്യങ്ങൾ, സെൻട്രൽ ഗവൺമെന്റിനെ, കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിക്കുന്ന എല്ലാ വിധത്തിലുള്ള കാര്യങ്ങൾ, ഇവയിലെല്ലാം ഉള്ള ഉദ്യോഗസ്ഥരെ സംബന്ധിക്കുന്ന അഖിലേന്ത്യാ സർവീസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള എല്ലാ വിധത്തിലുള്ള നിയമങ്ങളും അല്ലെ, നമ്മൾ ഭരണഘടനാ സ്ഥാപനങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് എവിടെ കാണാൻ സാധിക്കും? ഈ ഒരൊറ്റ സിംഗിൾ രേഖയിൽ, സിംഗിൾ ഡോക്യുമെന്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് തന്നെ അത് എന്തിലേക്ക് നയിച്ചിട്ടുണ്ട്? ഈ ബൾക്കിനെസ്സിലേക്ക് നയിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം പറയുന്നത് എന്താണ്? ഡൊമിനൻസ് ഓഫ് ലീഗൽ ലുമിനറീസ്, നിയമജ്ഞരുടെ അതിപ്രസരം. എന്താണ്? നിയമജ്ഞരുടെ ഒരുപാട് എന്താ പറയുന്നത്, അഡ്വക്കേറ്റ്സിന്റെ, വക്കീലന്മാരുടെ പറുദീസയായിരുന്നു എവിടം? നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? ഇതിനു മുന്നേ വളരെ പ്രധാനപ്പെട്ട ചില ആളുകളുടെ എന്താ പറയുന്നത്, അവർ നമ്മളുടെ ഭരണഘടനയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ചില വാചകങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അത്തരത്തിൽ പറഞ്ഞ സ്ഥലത്ത് ഐവർ ജെന്നിങ്സ് ആരായിരുന്നു? നമ്മൾ പഠിച്ചിരുന്നു. പ്രത്യേകം ഓർക്കുക, ചില ആൾക്കാർ നമ്മളുടെ ഭരണഘടനയെ കുറിച്ച് പറഞ്ഞ പ്രധാനപ്പെട്ട വാചകങ്ങൾ എന്ന് വെച്ചാൽ ക്വാസി ഫെഡറൽ അല്ലെ, ബാർഗെയിനിങ് ഫെഡറലിസം, എക്സ്ട്രീംലി ഫെഡറൽ, കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന രീതിയിലൊക്കെ നമ്മളുടെ ഭരണഘടനയെ കുറിച്ചിട്ടുള്ള വിശേഷിപ്പിച്ച ചില ആളുകൾ, വിശേഷണങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? പലപ്പോഴും ചോദ്യമായിട്ട് വരാറുണ്ട് അല്ലെ? ഒരു വിശേഷണം തരും, എന്നിട്ട് ആരാണിത് പറഞ്ഞത് എന്ന് ചോദിക്കാറുണ്ട് പലപ്പോഴും അല്ലെ? അപ്പൊ ആ രീതിയിൽ ഐവർ ജെന്നിങ്സ് ആണ്. ആരാണ്? ഐവർ ജെന്നിങ്സ് പറഞ്ഞ വാചകമായിരുന്നു ഏതായിരുന്നു? ഇത് നിയമജ്ഞരുടെ ഒരു പറുദീസയാണ്.
ഇതാണ് നിയമജ്ഞരുടെ ഒരു പറുദീസയായിരുന്നു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് ആര് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഐവർ ജെന്നിങ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് പറഞ്ഞത്? അത്രയധികം വക്കീലന്മാർ ഒന്നിച്ചു ചേർന്നാണ് എവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവരെല്ലാവരും ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കുറേ വക്കീലന്മാരിരുന്നിട്ട് ഭരണഘടന ചർച്ച ചെയ്യുന്നതും സാധാരണക്കാരായിട്ടുള്ള കുറേ ആൾക്കാരും കുറച്ച് വക്കീലന്മാരും മാത്രവും ഇരുന്ന് ചർച്ച ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ലേ? അവരവരുടെ ലീഗലായിട്ടുള്ള ഭാഷയിൽ, അല്ലേ, അവരുടെ എന്താ പറയുന്നത്, കൃത്യമായിട്ടുള്ള കോടതി വ്യവഹാരങ്ങൾ നടക്കുന്ന ആ ഭാഷയിലാണ് എന്ത് ചെയ്തത്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്തതും എന്ത് ചെയ്തിരുന്നതും ഈ ഒരു ഡോക്യുമെന്റ് എഴുതി തയ്യാറാക്കിയതും. അതുകൊണ്ട് തന്നെ സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരുന്ന രീതിയിലുള്ള ടേമുകളും മറ്റും വെച്ച് വേഗമായിട്ടുള്ള ഒരുപാട് ടേമുകളൊക്കെ എന്താ പറയുന്നത് ഉൾക്കൊണ്ടുകൊണ്ടിട്ടുള്ള ഒരു നിയമജ്ഞരുടെ ഒരു രീതിയിലുള്ള ഒരു എന്തായി മാറി, ഒരു വിശാലമായിട്ടുള്ള ഒരു രേഖയായിട്ട് മാറിയത് ലെങ്തിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ആക്കി മാറ്റി ഏതിനെ, നമ്മുടെ ഭരണഘടനയെ എന്ത് ചെയ്യുന്നു, പറയുന്നു. അപ്പൊ ഇത്തരം കാരണങ്ങളാണ് എന്ത് പറയുന്നത്, ഈ ലൈനുകൾ കൊണ്ട് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. കൃത്യമായിട്ട് എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത ഭാഗത്തേക്ക് പോവുകയല്ലേ. അപ്പൊ ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു. ഇനി ഈ ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആവാൻ തന്നെ കാരണമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, രണ്ടാമത്തെ പോയിന്റ് ആയിട്ടാണെങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്, മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ലെങ്തിയസ്റ്റ് ആവാൻ എന്താണ് ഈ രണ്ടാമത്തെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രത്യേകത എന്ന് പറയുന്ന ഭാഗം, ലെങ്തിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ആവാൻ അല്ലെങ്കിൽ ബൾക്കിനെസ്സിന് എന്താണ് മറ്റൊരു കാരണം കൂടിയാണ്. കാരണം എന്താണ്, ഡ്രോൺ ഫ്രം വേരിയസ് സോഴ്സസ്, പല വിധത്തിലുള്ള ഇടങ്ങളിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്, ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മളുടെ ഭരണഘടന നമ്മൾ എടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ കടമെടുത്തിട്ടുണ്ട്, പല ആശയങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ ഭരണഘടന വിവിധ രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ ഇത് കടമെടുത്തിട്ടുണ്ട്. എന്തെല്ലാമാണ് ആശയങ്ങൾ നമ്മൾ വിശദമായിട്ട് എന്ത് ചെയ്യുന്നതായിരിക്കും, നമ്മളൊരു പട്ടികയായിട്ട് നമ്മൾ പഠിക്കുന്നതായിരിക്കും. അത് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നിരുന്നാലും ഈ 3 കാര്യങ്ങൾ പ്രത്യേകം നിങ്ങൾ ആലോചിക്കുക. എന്തൊക്കെയാണ് അതിൻ്റെ ഒരു 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 ഡോക്യുമെന്റിനെ ഉണ്ടാക്കുന്നത് എന്താണ്, അതിനൊരു സ്ട്രക്ചർ വേണം, ഒരു ഘടന വേണം, അല്ലെ, അതിൻ്റെ ഉള്ളിൽ ആ രേഖയുടെ ഉള്ളിൽ ഒരു ഫിലോസഫി വേണം, ഒരു തത്വചിന്ത വേണം, അല്ലെ. അതുപോലെ തന്നെ എന്താണ് ഭരണഘടനയിൽ എന്താണ് രാഷ്ട്രീയപരമായിട്ടുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഭാഗം കൂടി എന്ത് ചെയ്യേണ്ടതുണ്ട്, വേണ്ടതുണ്ട്, അല്ലെ. ഒരു ഭരണഘടന എന്തിനാണ് ഉണ്ടാക്കുന്നത്, അതിനെ പിന്നീട് രാഷ്ട്രീയപരമായിട്ട് അതിനെ എന്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ഡോക്യുമെന്റ് ആയിട്ട് ഭരണഘടന അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്, അല്ലെ. അപ്പൊ ഈ ഒരു ഭരണഘടനയ്ക്ക് എന്ത് വേണം, ഒരു ഘടനാഭാഗം വേണം, ഒരു തത്വചിന്താപരമായിട്ടുള്ള ഭാഗം വേണം, രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഭാഗം വേണം, അല്ലെ. അപ്പൊ ഇവയെല്ലാം എങ്ങനെ വരുന്നു എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രക്ചറൽ പാർട്ട്, എങ്ങനെയാണ് സ്ട്രക്ചറൽ പാർട്ട് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം, ഘടനാ ഭാഗം, നമ്മൾ ഓൾറെഡി പറഞ്ഞ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935, നമ്മളുടെ ഭരണഘടനയുടെ ഘടന എന്ന് പറയുന്നത്, നമ്മളുടെ ഭരണഘടനയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്തിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 നിന്നാണ് വന്നിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തതല്ലേ, നമ്മളുടെ ഭരണഘടനയിലേക്ക് ഏതാണ്ട് 50% കൂടുതലായിട്ട് വരുന്ന ഭാഗം നമ്മൾ എവിടെ നിന്ന് എടുത്തിട്ടുണ്ട്, നമ്മുടെ 1935 ആക്ടിൽ നിന്ന്. ആ ഭരണഘടന അടുക്കി പെറുക്കി വെച്ചിരിക്കുന്നത് ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 ചെയ്തിരിക്കുന്ന ആ ഒരു ഘടനയിൽ തന്നെയാണ് എന്ന കാര്യം കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഫിലോസഫിക്കൽ പാർട്ട്, തത്വചിന്താപരമായിട്ടുള്ള ഭാഗങ്ങളുണ്ട്, അല്ലെ. അപ്പൊ നമ്മളുടെ എന്താണ് ഫിലോസഫിക്കൽ പാർട്ട്, ആ ഭരണഘടന തത്വചിന്താപരമായിട്ടുള്ള ഭാഗം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൊത്തം ഭരണഘടനയിൽ ഒരുപാട് വിശേഷങ്ങളുണ്ട്, അല്ലെ. പക്ഷെ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ട്, നമ്മളുടെ ഭരണഘടന കൊണ്ട് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് എന്തുദ്ദേശിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വരുന്ന 2 ഇടങ്ങൾ ഉണ്ട്. ഏതൊക്കെയാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? അതിലൊന്ന് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്, മൗലിക അവകാശങ്ങളാണ്. മറ്റൊന്ന് എന്താണ്, DPSP ആണ്. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക ആശയങ്ങൾ, ഈ പറയുന്ന ആശയങ്ങൾ വളരെ വളരെ ശ്രദ്ധിച്ച് കേൾക്കാൻ നിങ്ങൾ ശ്രമിക്കുക. കാരണം എന്താണ്, ഈ രീതിയിൽ വാചകങ്ങൾ തന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ശരിയാണോ എന്നൊക്കെ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇത്തരം കൺസെപ്റ്റുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഫിലോസഫിക്കൽ പാർട്ട്, തത്വചിന്ത, ഭരണഘടനയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആശയങ്ങൾ എന്ന് പറയുന്ന സമയത്ത്, ഭരണഘടന എന്ന് പറയുന്നത് എന്താണ്, അതൊരു ഒരു 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 എഗ്രിമെന്റ് പോലെയാണ്, അല്ലെ. എന്താണ് അത്, ഇൻഡിവിജ്വൽസ്, വ്യക്തികളും സ്റ്റേറ്റും, ഇൻഡിവിജ്വൽസും സ്റ്റേറ്റും. സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ സംസ്ഥാനം എന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, അധികാരം കൈയാളുന്ന ഏതൊരാളും, അത് കേന്ദ്രമാകാം, സംസ്ഥാനമാകാം, പഞ്ചായത്തുകളോ അല്ലെങ്കിൽ അധികാരം കൈയാളുന്ന ഏതെങ്കിലും ഒരു കോർപ്പറേഷൻ ആവാം, ആരോ ആയിക്കൊള്ളട്ടെ. അപ്പൊ ഇൻഡിവിജ്വലും ഒരു വ്യക്തിയും, ഇന്ത്യയിലെ ഒരു പൗരൻ അല്ലെങ്കിൽ ഒരു വ്യക്തിയും സ്റ്റേറ്റും അധികാരം കൈയാളുന്ന ആളാരോ ആ ആളും തമ്മിലുള്ള ഒരു എന്താ പറയുന്നത്, ഒരു എഗ്രിമെന്റ് പോലെയാണ് എന്ത്, എല്ലാ കോൺസ്റ്റിറ്റ്യൂഷനുകളും, എല്ലാ ഭരണഘടനകളും എന്താണ്, അവർ തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് പോലെയാണ് നിലനിൽക്കുന്നത്. അതിൽ എന്ത് വേണം, 2ഉം വേണം. എന്തൊക്കെയാണ്, ഒരു ഇൻഡിവിജ്വലിന്, ഒരു വ്യക്തിക്ക് എന്തുണ്ട്, അടിസ്ഥാനപരമായിട്ടുള്ള ചില അവകാശങ്ങളുണ്ട്. അത് ആര് കവർന്നെടുക്കാൻ പാടില്ല, സ്റ്റേറ്റ് കവർന്നെടുക്കാൻ പാടില്ല.
അതുപോലെ തന്നെ സ്റ്റേറ്റിന് എന്തുണ്ട്, സ്റ്റേറ്റ് ഓരോ പോളിസികൾ ഉണ്ടാക്കുന്ന സമയത്തും സ്റ്റേറ്റ് ഓരോ എന്താ പറയുന്ന സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുന്ന സമയത്തും സ്റ്റേറ്റ് മനസ്സിൽ കൊണ്ട് നടക്കേണ്ട, സ്റ്റേറ്റ് കറക്റ്റായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, പാലിക്കേണ്ടതായിട്ടുള്ള ചില ആശയങ്ങളുണ്ട്. അവ സ്റ്റേറ്റ് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഓർക്കേണ്ടതായിട്ടുമുണ്ട്. അപ്പൊ ഈ ഇൻഡിവിജ്വൽസിന്റെ അവകാശങ്ങളും സ്റ്റേറ്റിന്റെ എന്താ പറയുക, നമ്മളുടെ അധികാര സ്ഥാപനങ്ങളുടെ, കേന്ദ്രമാകട്ടെ സംസ്ഥാനമാകട്ടെ, ഇവരുടെ എല്ലാവരുടെയും എന്താ പറയുന്നത്, അവരുടെ എല്ലാം പോളിസികളിൽ അവർ ഉൾക്കൊള്ളിക്കേണ്ട പല ആശയങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ചില തത്വചിന്തകളാണ് എന്തിനെ നയിക്കുന്നത്, നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആധാരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻഡിവിജ്വൽസിന്റെ ഈ അവകാശങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, അത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. സ്റ്റേറ്റ് തങ്ങളുടേതായിട്ടുള്ള പോളിസികൾ ഉണ്ടാക്കുന്ന സമയത്ത് എന്തെല്ലാം ഐഡിയകൾ, പ്രിൻസിപ്പിളുകളാണ് ഓർക്കേണ്ടത് എന്നതിനെക്കുറിച്ച് പറയുന്ന ഇടമാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അല്ലേ? ഇപ്പോൾ കൂട്ടുകാർക്കറിയാം, ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ എവിടെ നിന്നാണ് എടുത്തത്, അമേരിക്കയിൽ നിന്നാണ്. DPSPs നമ്മൾ എവിടെ നിന്നാണ് എടുത്തത്, ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതുകൊണ്ടാണ് നമ്മളുടെ ഭരണഘടനയുടെ ഫിലോസഫിക്കൽ പാർട്ട്, തത്വചിന്താപരമായിട്ടുള്ള ഭാഗം എവിടെ നിന്നാണെന്ന് നമ്മൾ പറയുന്നത്, അമേരിക്കൻ ആൻഡ് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണെന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അമേരിക്കൻ ആൻഡ് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ പറയാൻ കാരണം അതാണ്. അപ്പോൾ സ്ട്രക്ചറൽ പാർട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 നിന്നാണ് നമ്മൾ കണ്ടു. ഫിലോസഫിക്കൽ പാർട്ടോ അമേരിക്കൻ ആൻഡ് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്നാണ് എന്ന് നമ്മൾ കാണുകയുണ്ട്. ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പോയി നോക്കാം. പൊളിറ്റിക്കൽ പാർട്ട് അഥവാ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഘടന നമ്മൾ എവിടെ നിന്നാണ് സ്വീകരിച്ചത്, എവിടെ നിന്നാണ് നമ്മളുടെ പൊളിറ്റിക്സ്, നമ്മളുടെ പൊളിറ്റിക്കൽ രീതികൾ, നമ്മുടെ രാഷ്ട്രീയപരമായിട്ടുള്ള നമ്മളുടെ എന്താ പറയുന്നത് പാർലമെന്ററി സിസ്റ്റം, അത് ഏത് രാജ്യത്ത് നിന്നാണ് നമ്മൾ സ്വീകരിച്ചത്? നമ്മളുടെ പാർലമെന്ററി സിസ്റ്റം സ്വീകരിച്ചത് ബ്രിട്ടനിൽ നിന്നാണ്, അല്ലെ? നമ്മൾ എവിടെ നിന്നാണ് സ്വീകരിച്ചത്? ബ്രിട്ടനിൽ നിന്നാണ് നമ്മൾ നമ്മളുടെ പാർലമെന്ററി സിസ്റ്റം, അതായത് ഭരണഘടന നമുക്ക് ലഭിച്ചു. ഇനി ഭരണഘടന അടിസ്ഥാനത്തിൽ നമ്മൾ നിയമങ്ങൾ നിർമ്മിക്കണം, അല്ലെ? ആ നിയമങ്ങൾ നിർമ്മിക്കാനായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് എന്ത് ചെയ്യണം, ഒരു നിയമനിർമ്മാണ സഭകൾ വേണം. അപ്പൊ ഏത് രീതി നമ്മൾ സ്വീകരിക്കണം, ഏത് തലത്തിലുള്ള ഒരു ഗവൺമെന്റ് നമ്മൾ എന്ത് ചെയ്യണം, രാഷ്ട്രീയപരമായിട്ട് പൊളിറ്റിക്കലായിട്ട് സ്വീകരിക്കണം എന്ന ചോദ്യം വന്ന സമയത്ത് നമ്മൾ പ്രസിഡൻഷ്യൽ സിസ്റ്റം അല്ല, പകരം പാർലമെന്ററി സിസ്റ്റമാണ് നമ്മൾ സ്വീകരിച്ചത്. ഏതാണ് നമ്മൾ സ്വീകരിച്ചത്? പാർലമെന്ററി സിസ്റ്റമാണ് നമ്മൾ സ്വീകരിച്ചത്, പ്രസിഡൻഷ്യൽ സിസ്റ്റം ആയിരുന്നില്ല. സോ പാർലമെന്ററി സിസ്റ്റം നമ്മൾ സ്വീകരിച്ചു. ആ പാർലമെന്ററി സിസ്റ്റം നമ്മൾ ബ്രിട്ടീഷ് പാർലമെന്ററി സിസ്റ്റത്തിന്റെ മോഡലിലാണ് നമ്മൾ സ്വീകരിച്ചത്, അല്ലെ? അതുകൊണ്ട് പൊളിറ്റിക്കൽ പാർട്ട് എന്ന് പറയുന്നത് എവിടെ നിന്ന് നമ്മൾ എടുത്തിരിക്കുന്നു? നമ്മളെ ബ്രിട്ടനിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ എടുത്തത്. സ്ട്രക്ചറൽ പാർട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, ഫിലോസഫിക്കൽ പാർട്ട് അമേരിക്കൻ ആൻഡ് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റിക്കൽ പാർട്ട് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തത്, ഭരണഘടനയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഇടങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ നിർമ്മിച്ച്. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ്, ഓരോ ഭരണഘടനയും സ്ഥിരമായിട്ടുള്ളൊരു ഡോക്യുമെന്റ് അല്ല എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഓരോ ഭരണഘടനയും സ്ഥിരമായിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആവരുത്. കാരണം എന്താണ്, സ്ഥിരമായിട്ടുള്ള ഡോക്യുമെന്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥിരമായിട്ടുള്ള ഡോക്യുമെന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ മിക്കവാറും എങ്ങനെയായിരിക്കും, കാലത്തിനൊത്ത് ഫോർവേഡ് ആയിട്ട് മുന്നോട്ട് പോകാത്ത ഡോക്യുമെന്റുകളായിരിക്കും. അതായത് കാലം മുന്നോട്ട് പോകുന്നതനുസരിച്ച് എന്ത് ചെയ്യേണ്ടതുണ്ട്, അതിനനുസരിച്ച് ബൗണ്ടറികൾ ട്രാൻസെൻഡ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്, അല്ലെ? ആശയങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലേ, മതഗ്രന്ഥങ്ങളുണ്ട്, അല്ലെ? എന്തുകൊണ്ടാണ് മതഗ്രന്ഥങ്ങൾ പലപ്പോഴും തർക്കങ്ങൾക്ക് വിധേയമായിട്ട് പലപ്പോഴും വിമർശിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? കാരണം ഈ മതഗ്രന്ഥങ്ങളെല്ലാം നമ്മളുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഹിന്ദുമതമാവട്ടെ, ഇസ്ലാം ആവട്ടെ, ക്രിസ്ത്യാനിറ്റി ആവട്ടെ, ഏതൊരു മതവും ആവട്ടെ, നിങ്ങൾക്കറിയാം അവയുടെ എല്ലാവരുടെയും പ്രധാനപ്പെട്ട വിശുദ്ധം എന്ന് കരുതപ്പെടുന്ന ഗ്രന്ഥങ്ങളെല്ലാം രചിക്കപ്പെട്ടത് ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്, അല്ലെ? അപ്പൊ മതങ്ങളും ഇന്നത്തെ മനുഷ്യനും തമ്മിലുള്ള ക്ലാഷിന് കാരണമാകാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അന്നത്തെ കാലത്തെ വിശ്വാസ സംഹിതകൾക്ക് അടിസ്ഥാനപരമായിട്ടാണ് ഈ ഗ്രന്ഥങ്ങളെല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കാനുള്ള സാധ്യത, അല്ലെ? അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഇവയിൽ നിന്ന് എന്തെല്ലാം സ്വീകാര്യമാക്കണം എന്ന ഒരു തർക്കമാണ് പലപ്പോഴും എന്തിനു കാരണമാകുന്നത്, പരസ്പരമുള്ള പോരാട്ടങ്ങൾക്ക് കാരണമാകുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ചിന്താഗതി ആർക്കുമുണ്ട്? നമ്മളുടെ തീർച്ചയായിട്ടും എല്ലാ ഭരണഘടന സൃഷ്ടിക്കുന്ന ആളുകൾക്കുമുണ്ട്, അല്ലെ? എല്ലാ മതഗ്രന്ഥങ്ങളും അടിസ്ഥാനപരമായിട്ട് എന്തിനാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്? ജീവിതത്തിന് വേണ്ടി, അല്ലെ? ഒരു കൃത്യമായിട്ടുള്ള ഒരു പീസ്ഫുൾ ആയിട്ടുള്ള തർക്കങ്ങൾക്കെല്ലാം പരിഹാരമുള്ള രീതിയിലുള്ള ഒരു ജീവിതം ജീവിക്കാൻ, എല്ലാവരും നല്ല മാന്യന്മാരായിട്ട് എന്താ പറയുക, പീസ്ഫുൾ ആയിട്ട്, അല്ലെ, ജീവിച്ചു തീർക്കുക എന്നുള്ളതാണ് ഓരോ മതഗ്രന്ഥങ്ങളും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടിസ്ഥാനപരമായിട്ട് എല്ലാവരും സ്പിരിച്വൽ വെൽബീയിങ് എല്ലാം എന്തിലേക്കാണ് നയിക്കുന്നത്? ഒരു മികച്ച നല്ല ജീവിതത്തിലേക്ക്, അല്ല മറ്റുള്ളവരെ ഉപദ്രവിക്കാതെയുള്ള ജീവിതത്തിലേക്ക്. ഒരു ഭരണഘടനയും ഇത് തന്നെയല്ലേ ഉദ്ദേശിക്കുന്നത്? മറ്റുള്ളവരുടെ എന്താ പറയുന്ന അവകാശങ്ങളിൽ കൈകടത്താതെ, മറ്റുള്ളവരുടെ ജീവിതത്തിനോ മാന്യമായ ജീവിതത്തിനോ
എന്താ പറയുന്നത് വിഘാതമാവാത്ത രീതിയിൽ എന്ത് ചെയ്യുക, മാന്യമായിട്ട് നമ്മൾ മറ്റുള്ളവരെ സഹായിച്ച് നമ്മളുടെ ഡ്യൂട്ടികൾ കൃത്യമായി ചെയ്തുകൊണ്ട് ജീവിക്കുക. അതാണ് ഭരണഘടന കൊണ്ടും ഉദ്ദേശിക്കുന്നത്, അല്ലെ? അപ്പൊ ഭരണഘടന പക്ഷെ എന്തായി മാറരുത്? മതഗ്രന്ഥങ്ങളെ പോലെ തിരുത്താൻ കഴിയാത്ത ഒരു ഗ്രന്ഥമായി മാറരുത്, അല്ലെ? എന്തായിരിക്കണം? അത് ഭയങ്കര റിജിഡായി മാറാൻ പാടില്ല, അല്ലെ? അത് ഭയങ്കര റിജിഡായിട്ട് മാറാനായിട്ട് സാധിക്കുകയില്ല. ഇപ്പൊ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ഭരണഘടന തിരുത്തുക എന്ന് വെച്ചാൽ അത് ഭയങ്കര റിജിഡ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ യുണൈറ്റഡ് കിങ്ഡം, ബ്രിട്ടന്റെ ഭരണഘടന തിരുത്തുക എന്ന് വെച്ചാൽ അത് വളരെ ഫ്ലെക്സിബിൾ ആണ്. UK ഭരണഘടന, അതായത് സാധാരണ ഒരു നിയമം ഉണ്ടാക്കുന്ന പോലെ നമ്മളുടെ പാർലമെന്റിൽ 2 രീതികളുണ്ട്, അല്ലെ? എന്തൊക്കെയുണ്ട്? ലെജിസ്ലേഷൻ, സാധാരണ നിയമങ്ങൾ ഉണ്ടാക്കുന്ന ലെജിസ്ലേറ്റീവ് പ്രോസസ്സും ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റുകൾക്ക് വേണ്ട പിന്തുണ വളരെ വ്യത്യസ്തമാണ്, അല്ലെ? സ്പെഷ്യൽ മെജോറിറ്റി എന്നൊക്കെ നമ്മൾ പറയും, അല്ലെ? 2/3 മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ പ്രസന്റ് ആൻഡ് വോട്ടിംഗ് ആൻഡ് എന്താണ് 50% ഓഫ് ദ എന്താ പറയുന്നത് അവിടത്തെയുള്ള സഭയുടെ അംഗങ്ങളുടെ 50% എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ പറയാറുണ്ട്, അല്ലെ? അപ്പൊ ഈ രീതിയിലുള്ള സ്പെഷ്യൽ മെജോറിറ്റിയോട് കൂടി മാത്രമാണ് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നത്? ആർട്ടിക്കിൾ 368 പ്രകാരം ഭരണഘടനാ ഭേദഗതികൾ നടത്താൻ സാധിക്കുന്നത്. അതായത് ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതി ഉണ്ട്. ഇനി അല്ലാതെ എന്താണ് സിമ്പിൾ മെജോറിറ്റിയുള്ള ഭരണഘടനാ ഭേദഗതികളും എന്തുണ്ട്, നമുക്കുണ്ട്. അതായത് ഇപ്പോൾ സ്റ്റേറ്റുകളുടെയും മറ്റും എന്താ പറയുക, സംസ്ഥാനങ്ങളുടെയും മറ്റും അതിർത്തികൾ മാറ്റി വരയ്ക്കുക, പുതിയ സംസ്ഥാനത്തിന് രൂപം കൊടുക്കുക, ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിൾ മെജോറിറ്റിയിൽ നമുക്ക് പാർലമെന്റിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരം കാര്യങ്ങൾ പാസ്സാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിന് അർത്ഥം എന്താണ്? നമ്മളുടെ ഭരണഘടന ചേഞ്ച് ചെയ്യുക എന്ന് വെച്ചാൽ അത് ഭയങ്കര റിജിഡുമല്ല, ഭയങ്കര ഫ്ലെക്സിബിളുമല്ല. അതായത് ഇറ്റ്സ് എ ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. അതായത് ഭയങ്കര കാഠിന്യമുള്ള ഒരു പ്രോസസ്സുമല്ല, എന്നാൽ വളരെയധികം എളുപ്പമായ ഒരു പ്രോസസ്സുമല്ല. അതായത് വെറുതെ പുതിയതായിട്ട് വരുന്ന ഒരു ഗവൺമെന്റിന് വെറുതെ തോന്നിയ രീതിയിൽ അങ്ങോട്ട് എന്താ പറയുന്നത്, ഭരണഘടന മാറ്റി എഴുതാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ ആവശ്യമായിട്ടുള്ള ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ, കൃത്യമായി എല്ലാ ജനവിഭാഗങ്ങളിൽ നിന്നും അഭിപ്രായങ്ങൾ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതൊക്കെ അഭിപ്രായങ്ങളെല്ലാം വന്നിട്ടും മാറ്റാൻ കഴിയാത്ത വിധത്തിൽ റിജിഡുമല്ല നമ്മളുടെ ഭരണഘടന. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടാണ് ദ ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി എന്ന് നമ്മൾ എന്തിനെ കുറിച്ച് പറയുന്നത്? നമ്മളുടെ ഭരണഘടനയെ കുറിച്ച് നമ്മൾ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയാൻ കാരണം എന്താണ് എന്ന് കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന്. ഇനി വളരെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. അതായത് ഈ ഭാഗത്ത് നമ്മൾ വളരെയധികം എന്താ പറയുന്നത്, പ്രധാനപ്പെട്ട പല 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 പോയിന്റുകളും എഗെയിൻ നമ്മൾ റിവൈസ് ചെയ്യുന്നതായിരിക്കും. ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ച് തന്നെ കേൾക്കാനായിട്ട്. അപ്പൊ നമ്മളുടെ ഓരോ രാജ്യത്തിനും ഓരോ പൊളിറ്റി ഉണ്ട്. ആ ഓരോ രാജ്യത്തിനും ആ രാജ്യത്തിന്റെ വിവിധ പാർട്ടുകളുമായിട്ട് സംസ്ഥാനങ്ങളെന്ന് നമ്മൾ വിളിക്കുന്നില്ലേ, സ്റ്റേറ്റുകൾ എന്ന് നമ്മൾ വിളിക്കുന്നില്ലേ, ആ സ്റ്റേറ്റുകൾ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന നമ്മളുടെ ഭാഗങ്ങളും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് ഒരെണ്ണം ഉണ്ടാവും, അല്ലെ? ഏറ്റവും തലപ്പത്തൊരു ഗവൺമെന്റ് ഉണ്ടാകും. ഈ ഗവൺമെന്റും മറ്റുള്ള ഈ സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് എന്നതനുസരിച്ച് നമ്മൾ രാജ്യങ്ങളുടെ പൊളിറ്റിയെ നമ്മൾ ഫെഡറൽ സിസ്റ്റം എന്നും യൂണിറ്ററി സിസ്റ്റം എന്നും നമ്മൾ തിരിക്കാറുണ്ട്. എങ്ങനെയാണ് നമ്മൾ തിരിക്കാറുള്ളത്? ഒന്നെന്ന് പറയുന്നത് എന്താണ്? ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നതാണ്. മറ്റൊന്നെന്ന് പറയുന്നത് യൂണിറ്ററി സിസ്റ്റം എന്ന് പറയുന്നതാണ്. ഫെഡറൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താണെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? ഒരു രാജ്യമുണ്ടെന്ന് വിചാരിക്കൂ. ആ രാജ്യത്ത് എന്താണ് പല വിധത്തിലുള്ള സംസ്ഥാനങ്ങൾ, ഇവയെല്ലാം സംസ്ഥാനങ്ങളെന്ന് വിചാരിക്കൂ. ഈ സംസ്ഥാനങ്ങൾക്കെല്ലാം ഡിഫൈൻഡ് ആയിട്ടുള്ള ഇതാണ്, കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള, അതിനുള്ളിലേക്ക് എന്താ പറയുന്നത്, കടന്നു കയറാത്ത രീതിയിലുള്ള, ഓവർലാപ്പ് ചെയ്ത് വല്ലാണ്ട് കേന്ദ്രം എന്ത് ചെയ്യുക, സംസ്ഥാന ഗവൺമെന്റുകളെ ശ്വാസം മുട്ടിക്കാത്ത രീതിയിൽ കൃത്യമായിട്ടുള്ള അധികാരങ്ങൾ തങ്ങൾക്കും ഉള്ള രീതിയിലുള്ള പൊളിറ്റി, അതായത് സംസ്ഥാനങ്ങൾക്കും കൃത്യമായിട്ടുള്ള അധികാര പരിധികളുള്ള, തങ്ങളുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് നിയമനിർമ്മാണം നടത്താൻ സാധിക്കുന്ന, ആ നിർമ്മിച്ച നിയമങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യനിർവഹണത്തിലൂടെ നിർവഹണം നടത്താൻ സാധിക്കുന്ന, ഇനി അവയിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവ കടന്നു പോവുകയാണ് എന്നുണ്ടെങ്കിൽ അവ ചോദ്യം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നീതിന്യായ വകുപ്പുകളൊക്കെയുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു സിസ്റ്റം നിലവിലുള്ള ഒരു രീതി. ഓരോ സംസ്ഥാനങ്ങൾക്കും ഇത്തരത്തിലുള്ള ശക്തമായിട്ടുള്ള ഒരു സിസ്റ്റം, ഒരു ഭരണനിർവഹണത്തിന് വിധേയമാകുന്ന രീതിയിലുള്ള ഒരു രീതി നിലനിൽക്കുന്ന സ്ഥലങ്ങളാണ് ഫെഡറൽ സിസ്റ്റം എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. കൂട്ടുകാർക്ക് മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പൊ ഫെഡറൽ സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണ്? ഒരു പോയിന്റിൽ അധികാരം കോൺസെൻട്രേറ്റഡ് അല്ല, പകരം എങ്ങനെയാണ് അവ വിഭജിക്കപ്പെട്ടു പോയിരിക്കുന്നു. അതായത് സംസ്ഥാനങ്ങൾക്കും എന്തുണ്ട്, കൃത്യമായിട്ടുള്ള തങ്ങളുടേതായിട്ടുള്ള അധികാരങ്ങള് വെച്ചു പുലർത്താൻ സാധിക്കുന്ന ഇടങ്ങൾ എവിടെയുണ്ട്? ഫെഡറൽ ഫെഡറൽ സിസ്റ്റം നിലവിലുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ ഭാഗം അറിയപ്പെടുന്നത് ഫെഡറൽ ഫീച്ചർ അല്ലെങ്കിൽ സംയുക്ത ഭരണ വ്യവസ്ഥ എന്ന പേരിൽ അവ അറിയപ്പെടുന്നു. യൂണിറ്ററി ആണെങ്കിൽ എന്തായിരിക്കും? നേരെ തിരിച്ചായിരിക്കും.
യൂണിറ്ററി ആണെങ്കിൽ എങ്ങനെയായിരിക്കും? നേരെ തിരിച്ചായിരിക്കും. ഒരു സെന്റർ ഉണ്ടാവും. ആ സെന്റർ എങ്ങനെയായിരിക്കും? ആ സെന്റർ ഓൾ പവർഫുൾ ആയിരിക്കും. ഓൾ പവർഫുൾ ആയിട്ടുള്ള ഒരു സെന്റർ ആയിരിക്കും. ഇപ്പൊ കാനഡ നമ്മൾ എടുക്കുകയാണെങ്കിൽ കാനഡ എങ്ങനെയാണ്? ഓൾ പവർഫുൾ ആയിട്ടുള്ള ഒരു യൂണിറ്ററി സിസ്റ്റം ഉള്ള ഒരു രാജ്യമാണ് കാനഡ. മനസ്സിലാവുന്നുണ്ടോ? അവിടുത്തെ സെൻട്രൽ ഗവൺമെന്റ് ആണ് ഏത്? വളരെയധികം അധികാരമുള്ള ഭാഗം. മനസ്സിലാവുന്നുണ്ടോ? ഇന്ത്യയിലെ പോലെയല്ല. ഇന്ത്യയിലും കേന്ദ്രത്തിന് ഒരുപാട് അധികാരങ്ങളുണ്ട് അല്ലെ? സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായ സമയത്ത് നിർദ്ദേശം കൊടുക്കുന്നതിനൊക്കെയുള്ള ശക്തിയൊക്കെ ആർക്കുണ്ട്? നമ്മളുടെ ഗവൺമെന്റിനുണ്ട്. അത് കൃത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ കാനഡയിൽ പോലെയുള്ള കൃത്യമായി യൂണിറ്ററി സിസ്റ്റം നിലവിലുള്ള സ്ഥലത്ത് എന്താണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ് ഓൾ പവർഫുൾ. മനസ്സിലാവുന്നുണ്ടോ? സ്റ്റേറ്റുകളും മറ്റ് പ്രൊവിൻസുകളൊക്കെ ഉണ്ടെങ്കിൽ അവ എങ്ങനെയാണ്? അവ റിയലി എന്താണ്? അവയൊന്നും ഓട്ടോണോമസ് അല്ല. അവ വളരെയധികം സബ്സിഡിയറി സ്റ്റാറ്റസ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുന്നുണ്ടോ? ഈ രീതിയിലായിരിക്കും. അതായത് അവിടുത്തെ ബാക്കിയുള്ള ആളുകൾക്ക് അടിച്ചമർത്തുന്നല്ല കേട്ടോ പറയുന്നത്. അധികാരങ്ങളുടെ ഒരു എന്താ പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ നോക്കുമ്പോൾ യൂണിറ്ററി ആയിട്ടുള്ള സിസ്റ്റങ്ങളിൽ എങ്ങനെയായിരിക്കും? സെൻട്രൽ ഗവൺമെന്റ് ഓൾ പവർഫുൾ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? നമ്മളിനി കാണാൻ പോകുന്നത് എന്താണ്? നമ്മൾ കാണാൻ പോകുന്നത് നമ്മളുടെ ഭരണഘടന എങ്ങനെയാണ്? ഇറ്റ് ഈസ് എ ഫെഡറൽ സിസ്റ്റം വിത്ത് എ യൂണിറ്ററി ബയാസ് എന്നാണ് അറിയപ്പെടുന്നത്. നമുക്ക് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എങ്ങനെയാണ് നമ്മളുടെ ഭരണഘടന എന്ന് പറയുന്നത്? റിജിഡ് ആണോ ചോദിച്ചാൽ റിജിഡിറ്റിയുടെയും ഫ്ലെക്സിബിലിറ്റിയുടെയും എന്താണ്? ഒരു മിക്സ്ചർ ആണ് എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ? അതുപോലെ തന്നെ ഫെഡറൽ ഫീച്ചറുകളുടെയും യൂണിറ്ററി ആയിട്ടുള്ള ഫീച്ചറുകളുടെയും തമ്മിലുള്ള ഒരു എന്താണ്? കൂടിച്ചേരലാണ്, മിക്സ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് നമ്മുടേത് എങ്ങനെയാണെന്നാണ് പറയുന്നത്? നമ്മളുടെ ഭരണഘടന ഒരു ഫെഡറൽ സിസ്റ്റമാണ്, പക്ഷേ വിത്ത് എ യൂണിറ്ററി ബയാസ് ആണ് പറയുന്നത്. നമ്മളുടെ ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ളത്, നമ്മളുടെ രാഷ്ട്രം എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്? ഇറ്റ് ഈസ് എ ഫെഡറൽ സിസ്റ്റം ബട്ട് വിത്ത് എ യൂണിറ്ററി ബയാസ്. അതായത് എന്താണ്? ഫെഡറൽ സിസ്റ്റം ആണ്, പക്ഷെ അതിന് എന്തുണ്ട്? ഒരു യൂണിറ്ററി ബയാസ് ഉണ്ട്. എന്ത് ബയാസ് എന്ന് വെച്ചാൽ എന്താണ്? ഏതെങ്കിലും ഒരാളോടുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു അടുപ്പം അല്ലെ? ഒരാളോടുള്ള എന്താണ്? ഒരു ചേരിതിരിവ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ യൂണിറ്ററി ബയാസ് എന്ന് വെച്ചാലോ, യൂണിയൻ ഗവൺമെന്റിനോട് ഇത്തിരി ബയാസ് ഉള്ള, യൂണിയൻ ഗവൺമെന്റിന് കുറച്ച് അധികാരങ്ങൾ അധികമായിട്ട് നൽകുന്ന ഒരു ഫെഡറൽ സിസ്റ്റമാണ്. മനസ്സിലാവുന്നുണ്ടോ? സംസ്ഥാനങ്ങൾക്കൊക്കെ അധികാരങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഫെഡറൽ സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ യൂണിയൻ ഗവൺമെന്റിന് എന്തുണ്ട്? കുറച്ച് അധികാരങ്ങൾ പലയിടങ്ങളിലും സംസ്ഥാനങ്ങളുടെ മുകളിൽ കൂടുതലാണ് മിക്ക ഇടങ്ങളിലും ഉള്ളത്. അതുകൊണ്ടാണ് ഫെഡറൽ സിസ്റ്റം ആണെങ്കിൽ കൂടി ഒരു യൂണിറ്ററി ബയാസ് ഉള്ള രീതിയിലാണ് അത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യുകയാണ്? എവിടെയൊക്കെയാണ് നമുക്ക് ഫെഡറൽ സ്ട്രക്ചർ നമുക്ക് അറിയാൻ കഴിയുന്നത് ഭരണഘടനയിൽ? എവിടെയെല്ലാമാണ് നമുക്ക് എന്തറിയാൻ കാണുന്നത്? യൂണിറ്ററി ഫീച്ചേഴ്സ് അറിയാൻ പറ്റുന്നത് എന്നതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. നോക്കൂ, ഫെഡറൽ ഫീച്ചറുകളെ കുറിച്ച് ആദ്യം നമുക്ക് കാണാം. എവിടെയെല്ലാമാണ് നമുക്ക് ഫെഡറൽ ഫീച്ചറുകൾ ദർശിക്കാനായിട്ട് സാധിക്കുന്നത്? എവിടെയെല്ലാമാണ് നമുക്ക് ഫെഡറൽ ഫീച്ചറുകൾ നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കുന്നത് എന്നതാണ് ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? കാണാനായിട്ട് പോകുന്നത്. നോക്കൂ, എവിടെയാണ്? ഒന്നാമതേത് ടു ഗവൺമെന്റ്സ് അല്ലെ? രണ്ട് ഗവൺമെന്റുകൾ ശക്തമായിട്ട് നമുക്കില്ലേ? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നമുക്കുണ്ട് അല്ലെ? എന്തൊക്കെയുണ്ട്? കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുണ്ട്. കേന്ദ്ര സർക്കാർ മാത്രം പോരെ. ഒരു യൂണിറ്ററി ആയിട്ടുള്ള രീതി ആയിരുന്നു എന്നുണ്ടെങ്കിൽ, വെറും യൂണിറ്ററി ആയിട്ടുള്ള രീതി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു കേന്ദ്ര ഗവൺമെന്റ് മാത്രം മതി. സംസ്ഥാന ഗവൺമെന്റുകളുടെ ആവശ്യമേ ഇല്ലല്ലോ. സംസ്ഥാന ഗവൺമെന്റുകളും ഉണ്ട് എന്നതിന്റെ അർത്ഥം എന്താണ്? അവിടെ ഫെഡറൽ ആയിട്ടുള്ള ഒരു രീതി നമ്മൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഒരു ഫെഡറേഷൻ ആണ് അവിടെയുള്ളത്. ബാക്കി സംസ്ഥാനങ്ങൾക്കും തങ്ങളുടേതായിട്ടുള്ള അധികാര പരിധികൾ വെച്ച് പുലർത്താനായിട്ട് സാധിക്കുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചറാണുള്ളത്. സോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉണ്ട് എന്നുള്ളത് എന്തിന് ഉദാഹരണമാണ്? ഒരു ഫെഡറൽ സിസ്റ്റത്തിന്, സംയുക്ത ഭരണ വ്യവസ്ഥയ്ക്ക് അല്ലെ? കേന്ദ്രവും സംസ്ഥാനങ്ങളും സംയുക്തമായിട്ട് ഭരിക്കുന്ന വ്യവസ്ഥ, ഫെഡറൽ സിസ്റ്റം, സംയുക്ത ഭരണ വ്യവസ്ഥ ഉണ്ട് എന്നതിന് എന്താണ്? ഒരു തെളിവാണ്. അടുത്തത് എന്താണെന്ന് നോക്കൂ, ഡിവിഷൻ ഓഫ് പവേഴ്സ്. ഇതാണ് ഡിവിഷൻ ഓഫ് പവർ അഥവാ അധികാര പൃഥക്കരണം എന്ന് പറയാം, അല്ലെങ്കിൽ അധികാര വിഭജനം എന്ന് സിമ്പിൾ ആയിട്ട് പറയാം. എന്താണ് ഇതിന്റെ അർത്ഥം? ഡിവിഷൻ ഓഫ് പവേഴ്സ് എന്ന് പറയുന്ന സമയത്ത് അതിനർത്ഥം എന്ന് പറയുന്നത് ഇതാണ്: സംസ്ഥാന സർക്കാരുകളുടെയും കേന്ദ്രത്തിന്റെയും ഇടയിൽ അധികാരങ്ങൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് നിങ്ങൾക്ക് അറിയാലേ? ഷെഡ്യൂൾ ഏതാണ്? ലിസ്റ്റുകളായി തിരിച്ചിരിക്കുന്നു. ഏത് ഷെഡ്യൂളിലാണ് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നത്? ഈ ലിസ്റ്റുകൾ ഷെഡ്യൂൾ 7 അല്ലെ? ഈ പറയുന്ന ഓരോ കാര്യവും ശ്രദ്ധിച്ച് കേൾക്കുക. കാരണം എന്തായിരിക്കാം? ചിലപ്പോൾ സിമ്പിൾ ആയിട്ട് ഇത് മാത്രമായിരിക്കും ചിലപ്പോൾ ഒരു ചോദ്യമായിട്ട് വരിക. അപ്പൊ ഷെഡ്യൂൾ 7 ലിസ്റ്റുകൾ കാണാൻ പറ്റും അല്ലെ? എന്തൊക്കെ ലിസ്റ്റാണ്? സെൻട്രൽ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും, സ്റ്റേറ്റ് ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും, അതുപോലെ തന്നെ ഏതാണ്? കൺകറന്റ് ലിസ്റ്റും നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ? അപ്പൊ കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്, സെൻട്രൽ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റും ഉണ്ട് അല്ലെ? അപ്പൊ അതായത് സെൻറ്ററിന്, നമ്മളുടെ കേന്ദ്രത്തിന് നിയമങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുന്ന സബ്ജക്റ്റുകളുണ്ട്.
സംസ്ഥാനത്തിന് സബ്ജക്റ്റുകളുണ്ട്. രണ്ടു കൂട്ടർക്കും എന്ത് ചെയ്യാം, നിയമങ്ങൾ നിർമ്മിക്കാം, അതിൻ്റെ സബ്ജക്റ്റുകളുണ്ട്. ഈ രീതിയിൽ 3ആയിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, സബ്ജക്റ്റുകളെ തിരിച്ചിരിക്കുകയാണ്. ാവുന്നുണ്ടോ? 3ആയിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്, സബ്ജക്റ്റുകളെ തിരിച്ചിരിക്കുകയാണ്. There are central subjects on which only central government can make laws. There are certain state subjects on which only state governments are allowed to make laws. Then there are some concurrent subjects on which both the center and state can make laws. അല്ലെ, കൺകറന്റ് സബ്ജക്റ്റുകൾ എങ്ങനെയാണ്, അതിൻ്റെ മുകളിൽ സെൻട്രലിനും എന്ത് ചെയ്യാം, സെൻട്രൽ ഗവൺമെന്റിനും നിയമങ്ങൾ ഉണ്ടാക്കാം, ലെജിസ്ലേഷൻ നടത്താം, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കും ചെയ്യാം. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും ഉണ്ടാക്കുന്ന നിയമം എപ്പോഴെങ്കിലും പരസ്പര വിരുദ്ധമായിട്ട് കോൺട്രഡിക്ടറി ആയിട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നതായിരിക്കും, സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടാക്കുന്ന നിയമം അവിടെ പ്രിവെയിൽ ചെയ്യുന്നതായിരിക്കും. എന്താണ് പ്രിവെയിൽ ചെയ്യുക, ഏതിനാണ് മുൻഗണന കിട്ടുക, സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടാക്കുന്ന നിയമത്തിനവിടെ എന്ത് ചെയ്യും, മുൻഗണന കിട്ടും. ാവുന്നുണ്ടോ? അപ്പൊ ഈ രീതിയിൽ സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും ഇരു കൂട്ടർക്കും കൂടി കൺകറന്റ് ആയിട്ടും നിർമ്മിക്കാനായിട്ട് കഴിയുന്ന വിഷയങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഡിവിഷൻ ഓഫ് പവേഴ്സ് എന്ന രീതിയിൽ നമുക്ക് കാണാനായിട്ട് എന്ത് ചെയ്യാനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ാവുന്നുണ്ടോ? ഇനി മറ്റൊരു രീതിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഡിവിഷൻ ഓഫ് പവർ നമ്മൾ ഏത് ചെയ്യുക, ഈ രീതിയിൽ മനസ്സിലാക്കുക. മറ്റൊരു പോയിന്റ് നോക്കുകയാണെങ്കിൽ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. ഇതാണ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. ഒരു സെക്കൻഡ്, ഒന്ന് വെള്ളം കുടിച്ചോട്ടെ. സോറി. റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, എഴുതപ്പെട്ട ഒരു ഭരണഘടനയുണ്ട്. അത് ഫെഡറൽ സ്ട്രക്ചറിനെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഫെഡറൽ സ്ട്രക്ചർ എന്ന് വെച്ചാൽ എന്താണ്, ഫെഡറൽ ഫീച്ചർ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം, സംസ്ഥാനങ്ങൾക്ക്, സ്റ്റേറ്റുകൾക്ക്, അല്ല ഇവിടുത്തെ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ സംസ്ഥാനം എന്ന ഉദ്ദേശമാണ്. സംസ്ഥാനങ്ങൾക്ക് എന്ത് വേണം, അവർക്ക് അവരവരുടേതായ ഒരു ലിസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. സ്റ്റേറ്റിന് എന്താണ്, തങ്ങളുടേതായിട്ടുള്ള സബ്ജക്റ്റുള്ള ഒരു ലിസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്, നമ്മളിപ്പോൾ കണ്ടു അല്ലേ. അതുപോലെ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അവരവരുടേതായിട്ടുള്ള അധികാരങ്ങളുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റുകളാണല്ലേ ഓരോ സംസ്ഥാനങ്ങളിലും ഇരിക്കുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ എന്തുണ്ട്, പല വിധത്തിലുള്ള തങ്ങളുടേതായിട്ടുള്ള രീതിയിൽ തങ്ങളുടെ സംസ്ഥാനത്ത് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഗവൺമെന്റിന് മുന്നോട്ട് പോകാനുള്ള അവകാശങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് വേണം, കൃത്യമായിട്ട് സെൻട്രൽ ഗവൺമെന്റിന് തോന്നിയ രീതിയിൽ എന്ത് ചെയ്യാൻ സാധിക്കരുത്, തോന്നിയ രീതിയിൽ ഇടപെട്ടിട്ട് ഈ ഗവൺമെന്റുകളുടെ മുകളിൽ കുതിര കയറാനൊന്നും പറ്റരുത് അല്ലെ. അതുകൊണ്ട് തന്നെ കൃത്യമായി റിട്ടേൺ ചെയ്യപ്പെട്ട, എഴുതപ്പെട്ട, കോഡിഫൈ ചെയ്യപ്പെട്ട ഒരു ഭരണഘടന ഉണ്ടെങ്കിൽ അതിൽ എന്ത് കൃത്യമായി പറയും, ഇവരുടെ അധികാര പരിധി എവിടം വരെയാണെന്ന് കൃത്യമായി പറയും അല്ലെ. സെൻട്രൽ ഗവൺമെന്റിന് എന്തെല്ലാം ചെയ്യാം, സംസ്ഥാന ഗവൺമെന്റുകൾക്ക് എന്തെല്ലാം ചെയ്യാം. നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന എന്ന് വെച്ചാൽ അടിസ്ഥാനപരമായിട്ട് അതിൻ്റെ സ്വഭാവം എന്താണ്, അത് ലിമിറ്റ് ചെയ്യുകയാണ്. എന്ത് ചെയ്യുകയാണ്, പവർ ലിമിറ്റ് ചെയ്യുകയാണ്. കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രധാനപ്പെട്ട കർത്തവ്യം എന്ന് വെച്ചാൽ എന്താണ്, പവർ എന്ത് ചെയ്യുകയാണ്, ലിമിറ്റ് ചെയ്യുക അല്ലെ. സംസ്ഥാന ഗവൺമെന്റിന്റെ ആവട്ടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ആകട്ടെ ഏതൊരു അധികാര സ്ഥാപനത്തിന്റെയും അധികാരങ്ങൾ പരിമിതപ്പെടുത്തുക എന്നൊരു രീതിയാണ് ആര് ചെയ്യാറുള്ളത്, ഭരണഘടനകൾ ചെയ്യാറുള്ളത് അല്ലെ. അപ്പൊ ഈ ഒരു രീതിയാണ് ഇവിടെയും അല്ലെ. അപ്പൊ ഭരണഘടന എഴുതപ്പെട്ട ഒരു റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, കൃത്യമായിട്ട് ഓരോരുത്തരുടെയും അധികാര പരിധികൾ എവിടെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അതായത് യൂണിയൻ ഗവൺമെന്റ് തങ്ങളുടെ അധികാര പരിധി വിട്ടുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റുകളുടെ മുകളിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെന്റുകൾക്ക് സുപ്രീം കോടതിയെ സമീപിക്കാം. നോക്കൂ, റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇവിടെയുണ്ട്, ഭരണഘടന ഇവിടെ എഴുതപ്പെട്ടതായിട്ടുണ്ട്. ആ ലിഖിതമായിട്ടുള്ള ഭരണഘടനയിൽ കൃത്യമായിട്ട് സെൻട്രൽ ഗവൺമെന്റിന് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതപ്പെട്ടിട്ടുണ്ട്. എന്ന് ചെയ്യാം, സംസ്ഥാന ഗവൺമെന്റുകൾക്ക് പോയിട്ട് പരാതി പറയാൻ സാധിക്കും. സോ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, ഒരു പ്രധാനമായിട്ടും യൂണിയൻ ഗവൺമെന്റിനെ ഫെഡറൽ ഫീച്ചറുകൾക്ക് അനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഫോഴ്സ് ചെയ്യുന്നൊരു കാര്യമാണ്. അടുത്ത് നോക്കൂ, സുപ്രീമസി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുടെ മേൽക്കോയ്മ എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. എന്താണ് അതിൻ്റെ അർത്ഥം? കോൺസ്റ്റിറ്റ്യൂഷണൽ സുപ്രീമസി ഇവിടെ നമുക്ക് ഉണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇപ്പോൾ ബ്രിട്ടനിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പറഞ്ഞു അല്ലേ, കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ അമെൻഡ് ചെയ്യാം, വളരെ എളുപ്പത്തിൽ അമെൻഡ് ചെയ്യാം. അവിടുത്തെ ഗവൺമെന്റ് പാർലമെന്ററി സുപ്രീമസിയാണ് ബ്രിട്ടനിലൊക്കെ ഉള്ളത്. ബ്രിട്ടനിലുള്ളത് എന്താണ്, പാർലമെന്ററി സുപ്രീമസിയാണ് ബ്രിട്ടനിലെ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ളത്. അപ്പോൾ സുപ്രീമസി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടനയുടെ ഒരു എന്താണ്, സുപ്രീമസി, പരമാധികാരം എന്ന് പറയാം, മേൽക്കോയ്മ എന്ന് നമുക്ക് പറയാം. ഭരണഘടനയെ അനുസരിച്ച് മാത്രമാണ് എന്ത് ചെയ്യുക, ഇവിടെ കാര്യങ്ങൾ നടക്കേണ്ടത്. അതായത് ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ചെയ്താൽ എന്ത് ചെയ്യും, നമുക്കറിയാമല്ലേ, ഭരണഘടനയുടെ വിരുദ്ധമായിട്ട്, ഭരണഘടന അടിസ്ഥാനപരമായിട്ടുള്ള തത്വങ്ങൾ, ഫണ്ടമെന്റൽ ഫീച്ചേഴ്സിന് വിരുദ്ധമായിട്ടുള്ള നിയമനിർമ്മാണം, എക്സിക്യൂട്ടീവ് ആക്ഷൻ എല്ലാം എന്താണ്, അവയെല്ലാം കോടതി എന്ത് ചെയ്യും, തള്ളും എന്ന് നമുക്കറിയാം അല്ലെ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഈ സുപ്രീമസി എന്തിനെ സഹായിക്കുന്നുണ്ട്,
സെൻട്രൽ ഗവൺമെൻറ് ഓൾ പവർഫുൾ ആയിട്ട് മാറാതെ ഫെഡറൽ ഫീച്ചറുകളെ കൂടി ബഹുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ എന്ത് സഹായിക്കുന്നുണ്ട്? സുപ്രീമസി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്തത് നോക്കൂ, റിജിഡിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് കാഠിന്യം എന്ന് നമുക്ക് വേണമെങ്കിൽ വെറുതെ പറയാം. എന്താണ് കാഠിന്യം എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? റിജിഡിറ്റി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്തിന്റെ കാഠിന്യമാണ്? എന്താണ് കഠിനമായിട്ടുള്ളത്? ദ പ്രോസസ്, ആണ് ദ പ്രോസസ് ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ദ പ്രോസസ് ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് റിജിഡ്. അതാണ് കഠിനമായിട്ടുള്ള പ്രവൃത്തി. മനസ്സിലാവുന്നുണ്ടോ? റിജിഡിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? വളരെ കഠിനമാണ്, കാഠിന്യമേറിയ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താ ഉദ്ദേശിക്കുന്നത്? അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭരണഘടന എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഇപ്പൊ സെൻട്രലിൽ ഒരു ഗവൺമെന്റ് വന്നു, ആ ഗവൺമെന്റിന് എന്തുണ്ട്? വളരെ കൃത്യമായിട്ടുള്ള മെജോറിറ്റി ഉണ്ട്. ആ മെജോറിറ്റി ഉള്ള ഗവൺമെന്റിന് എല്ലാ ഭരണഘടനയിലുള്ള കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും? തിരുത്തി എഴുതാൻ സാധിക്കുമോ? തിരുത്തി എഴുതാനായിട്ട് സാധിക്കുകയില്ല. കാരണം എന്താണ്? രാജ്യസഭ എവിടെയുണ്ട്? അല്ലെ, അവിടെ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളുടെ റെപ്രസെന്റേറ്റീവ്സ് അവിടെ പോയിട്ടുണ്ടാവും, അല്ലെ. ലോകസഭയിൽ ചിലപ്പോൾ ഡയറക്ടർ ആയിട്ട് എന്തായിരിക്കും ആ സമയത്ത് ശക്തമായിട്ടുള്ള പാർട്ടിയുടെ റെപ്രസെന്റേറ്റീവ്സ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക എന്ന് പറയുകയാണെങ്കിൽ തന്നെ രാജ്യസഭ എവിടെയുണ്ട്? ഇനി ഫെഡറൽ ഫീച്ചറുകളുടെ ഭാഗമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഫെഡറൽ ഫീച്ചറിൽ മാറ്റം വരുത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഈ രണ്ട് സഭകളും പാസ്സാക്കിയാൽ പോരാ, ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്സ്, പകുതി സംസ്ഥാനങ്ങളും എന്ത് ചെയ്യേണ്ടതുണ്ട്? ഇത് പാസ്സാക്കേണ്ടതുണ്ട്, അല്ലെ. ഫെഡറൽ ഫീച്ചറിൽ മാറ്റം വരുത്തുന്ന എന്തെങ്കിലും ഒരു നിയമം പാസ്സാവുകയാണ് എന്നുണ്ടെങ്കിൽ ആ നിയമം എപ്പോൾ മാത്രമേ ഒരു ആക്ടായിട്ട് കൃത്യമായിട്ട് ഒരു ബില്ല് പാസ്സാവുകയാണ് എന്നുണ്ടെങ്കിൽ അത് എപ്പോൾ മാത്രമേ ഒരു ആക്ടായിട്ട് കൃത്യമായിട്ട് നടപ്പിലാക്കുന്ന രീതിയിലേക്ക് മാറുകയുള്ളൂ? അത് ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്സ്, പകുതി സംസ്ഥാനങ്ങളുടെ നിയമനിർമ്മാണ സഭകൾ കൂടിയിട്ട് എന്ത് ചെയ്യണം? ആ ബില്ല് പാസ്സാക്കണം, ഫെഡറൽ ഫീച്ചറുകളിൽ മാറ്റം വരുത്തുന്നു. അതുകൊണ്ട് തന്നെ ഫെഡറൽ ഫീച്ചർ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു കാര്യം എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷന്റെ റിജിഡിറ്റി കൂടിയാണ് എന്ന് നിങ്ങൾ ആലോചിക്കുക. ഇനി ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി, അല്ലെ, ഒരു സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ നമുക്കുണ്ട്, അല്ലെ. സെൻട്രൽ ഗവൺമെന്റ് പറയുന്നതൊക്കെ കേട്ട് പേടിച്ച് നിൽക്കുന്ന ഒരു നീതിന്യായ വ്യവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് തങ്ങൾക്ക് തോന്നിയ രീതിയിൽ മുന്നോട്ട് പോവുകയും സുപ്രീം കോടതിയൊക്കെ ഒരു കാഴ്ചക്കാരനായിട്ട് വെറുതെ നിൽക്കേണ്ടതായിട്ടുള്ള അവസ്ഥയൊക്കെ വരുമായിരുന്നു, അല്ലെ. അപ്പോൾ ജുഡീഷ്യറിയുടെ സ്വതന്ത്രാവസ്ഥ, ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസ്, ഒരു സ്വതന്ത്രമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥ ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് എന്തിന് സംരക്ഷണമായിട്ട് നിൽക്കുന്നുണ്ട്? നമ്മളുടെ ഫെഡറൽ സിസ്റ്റത്തിന് ഓരോ സംസ്ഥാനങ്ങൾക്കും കൂടി അധികാരങ്ങൾ കയ്യിലുള്ള രീതിയിൽ ഉള്ള ആ ഒരു സിസ്റ്റത്തിനെ നിലനിർത്താൻ എന്ത് കാരണമാകുന്നുണ്ട്? ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറിയും ഒരു കാരണമാകുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ബൈക്യാമറലിസം, അതായത് ദ്വിമണ്ഡല സമ്പ്രദായം, ഉഭയകക്ഷി സഭ എന്നൊക്കെ അറിയപ്പെടുന്ന രീതിയിലുള്ള നമ്മുടെ പാർലമെന്റ് എങ്ങനെയാണ്? അതിൽ ലോകസഭയുമുണ്ട് രാജ്യസഭയുമുണ്ട്, അല്ലെ. അപ്പൊ ഈ ലോകസഭ ആൻഡ് രാജ്യസഭ രണ്ട് സഭകളുള്ളതാണ് നമ്മുടെ പാർലമെന്റ് എന്ന് പറയുന്നത്. ഈ രണ്ട് സഭകളുള്ള ഈ രീതിയെ ബൈക്യാമറലിസം എന്നാണ് വിളിക്കുന്നത്. എന്താണ് വിളിക്കുന്നത്? ബൈക്യാമറലിസം എന്നാണ് നമ്മൾ വിളിക്കാറുള്ളത്, അല്ലെ. 1919 എന്ത് ചെയ്യുന്നത്? ഇതിന്റെ ഒരു തുടക്കം എന്ന് നമുക്ക് നിങ്ങൾക്ക് അറിയാമെന്ന് ഓർമ്മയുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അപ്പൊ ഈ ദ്വിമണ്ഡല സമ്പ്രദായം അല്ലെങ്കിൽ ഉഭയകക്ഷി സഭ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ലോകസഭയിലേക്കുള്ള ഇലക്ഷനിൽ ആ സമയത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇപ്പൊ BJP, അല്ലെ. BJP ആണ് ഇപ്പൊ എന്തുള്ളത്? കേന്ദ്ര തലത്തിൽ നോക്കുന്ന സമയത്ത് നരേന്ദ്രമോദി എന്ന് പറയുന്ന നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ആള്, നമ്മുടെ പ്രധാനമന്ത്രി നയിക്കുന്ന BJP എന്ന് പറയുന്ന പാർട്ടി എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ ഏറ്റവും വലിയ പാർട്ടി ആയിട്ട്, അല്ലെ, എപ്പോഴായിരുന്നു? 2014 ആദ്യം അധികാരത്തിൽ വന്നു, ശേഷം ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് 2019 ഒന്നുകൂടി അധികാരത്തിൽ വന്നു, അല്ലെ. അപ്പോൾ കേന്ദ്ര തലത്തിൽ ഇപ്പോൾ BJP ആണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പാർട്ടി എന്ന് നമുക്കറിയാം. പക്ഷേ ഇനി നിങ്ങൾ സംസ്ഥാനങ്ങൾ എടുത്തു നോക്കൂ, പല സംസ്ഥാനങ്ങളിലും BJPയുടെ കയ്യിൽ നിന്ന് കോൺഗ്രസ് എന്ത് ചെയ്തിട്ടുണ്ട്? അവരെ തോൽപ്പിച്ച് അധികാരം പിടിച്ചെടുത്ത പല സംസ്ഥാനങ്ങളുണ്ട്, അല്ലെ. ഇപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ BJPയും കോൺഗ്രസും അല്ലാത്ത പാർട്ടികൾ ഭരിക്കുന്ന സ്ഥലങ്ങളാണ് കേരളവും, അതുപോലെ തന്നെ ഏതാണ് തമിഴ്നാടും ഒക്കെ. ഇപ്പോൾ ഒറീസ നിങ്ങൾ എടുക്കുകയാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും, അല്ലെ. ഇപ്പോൾ ഛത്തീസ്ഗഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ ശിവസേന ഭരിച്ചിരുന്നു കുറേ സമയത്തേക്ക്, അല്ലെ. അപ്പോൾ ഈ രീതിയിൽ വിവിധങ്ങളായിട്ട് ഇപ്പോൾ പശ്ചിമ ബംഗാൾ എടുക്കുകയാണെങ്കിൽ അവിടെ ആരാണ്? തൃണമൂൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. അപ്പൊ ഈ രീതിയിൽ വേറെ ഒരുപാട് പാർട്ടികൾ പല സംസ്ഥാനങ്ങളിലും ഭരിക്കുന്നുണ്ട്. അപ്പൊ ആ പാർട്ടികളുടെ റെപ്രസെന്റേറ്റീവ്സ് ആണ് എവിടേക്ക് എത്തുന്നത്? രാജ്യസഭയിലേക്ക് എത്തുന്നത്, അല്ലെ. അവിടെയാണ് ആര് വരുന്നത്? രാജ്യസഭയിലേക്ക് വരുന്നത്. അപ്പോൾ ലോകസഭയിൽ ആ സമയത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ ശക്തരായിട്ടുള്ള ആളുകൾ ആരാണോ അവർക്ക് വ്യക്തമായ ഭൂരിപക്ഷമുള്ള ലോകസഭയാണ് നിലവിൽ വരിക എല്ലാ സമയത്തും, അല്ലെ. അത് സെൻട്രൽ ഗവൺമെന്റിന്റെ ആൾക്കാരാണ്. അപ്പൊ എന്ത് പറയുന്നത്? കൃത്യമായിട്ടും അവിടെ ശക്തമായിട്ട് ലോകസഭയിൽ ഇരിക്കുന്നത്, അല്ലെ. നമ്മൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന ആളുകളാണ്. എന്നിരുന്നാലും നമുക്കറിയാം കേരളത്തിൽ നമുക്ക് പ്രത്യേകം അറിയാം, അല്ലെ. എവിടെയാണ് ഏറ്റവും കൂടുതൽ? എവിടെ നിന്നായിരിക്കും? UPയിലും ബീഹാറിലൊക്കെ ഭൂരിപക്ഷം നേടുന്ന ഉത്തരേന്ത്യൻ ബെൽറ്റിൽ വളരെയധികം ശക്തമായ ഭൂരിപക്ഷം കിട്ടുന്ന അവർക്ക് എന്ത് ചെയ്യും? കൃത്യമായിട്ട് ലോകസഭയിൽ കൃത്യമായ ഭൂരിപക്ഷം ഉണ്ടാവും.
അവിടെ എന്തുണ്ടാവില്ല? ഇപ്പം നമ്മളെ ഇവിടെ ഭരിക്കുന്ന CPM ആണെങ്കിലും DMK ആണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള പല പാർട്ടികളും ആണെങ്കിലും അവർക്ക് ലോകസഭയിലുള്ള സീറ്റുകളൊക്കെ നോക്കുമ്പോൾ എന്തായിരിക്കും? തുലോം വളരെ കുറവ് സീറ്റുകൾ മാത്രമേ കിട്ടുന്നുണ്ടാവുകയുള്ളൂ അല്ലേ? അപ്പോൾ ഇവരുടെയൊക്കെ എന്താ പറയുന്നത് റെപ്രസെൻറ്റേറ്റീവ്സ് പക്ഷേ അവിടെ വേണ്ടേ എന്ന് നോക്കുകയാണെങ്കിലോ തീർച്ചയായിട്ടും വേണം. കാരണം എന്താണ്? സംസ്ഥാനത്ത് നമ്മൾ ഭരിക്കാൻ തിരഞ്ഞെടുത്ത് ഇപ്പോൾ ആരെയാണ് നമ്മളിപ്പോൾ തിരഞ്ഞെടുത്ത്? ഇടതുപക്ഷത്തിനെയാണ്. തമിഴ്നാട് തിരഞ്ഞെടുത്തിരിക്കുന്ന ആരെയാണ്? DMK ആണ്. ഒറീസയിൽ എന്താണ്? വേറൊരു കൂട്ടരെയാണ്. പശ്ചിമ ബംഗാളിൽ മറ്റൊരു കൂട്ടരെയാണ്. ഡൽഹിയിൽ വേറൊരു കൂട്ടരെയാണ് അല്ലേ? അവിടെ ആപ്പായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ പഞ്ചാബിൽ ഇപ്പോൾ ആപ്പിനെ തിരഞ്ഞെടുത്തു. അപ്പോൾ ഇവരെയൊക്കെ ഓരോ സ്റ്റേറ്റിൽ നിന്നും രാജ്യസഭയിലേക്ക് ഇത്ര സീറ്റുകളെന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ രാജ്യസഭയിൽ പോയിട്ട് എന്താണ് രാജ്യസഭയിൽ ഇവർ പറയുന്നത്? അതാത് സംസ്ഥാനങ്ങളുടെ എന്താണ് അഭിപ്രായങ്ങൾ അവിടെ പറയുകയാണ്. അതായത് സ്റ്റേറ്റുകളുടെ പവർ രാജ്യസഭയിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? പാർലമെന്റിൽ മുഴങ്ങി കേട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സ്റ്റേറ്റുകളുടെ ഈ അഭിപ്രായങ്ങൾ അവിടേക്ക് എത്തിക്കുന്ന ഒരു രീതി രാജ്യസഭ എന്ന് പറയുന്ന സഭയ്ക്ക് കൊണ്ടുവരാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? രാജ്യസഭ ഉള്ളതുകൊണ്ട്. രാജ്യസഭ വരിക എന്ന് വെച്ചാൽ എന്താണ് അതിനർത്ഥം? ലോകസഭ മാത്രമല്ല രാജ്യസഭയും വേണമെന്നുള്ള ബൈക്യാമറലിസം എന്ന് പറയുന്ന ഒരു രീതി നമ്മുടെ ഇവിടെ സിസ്റ്റം ഉള്ളത് കൊണ്ടാണ്. ദ്വിമണ്ഡല സമ്പ്രദായം അഥവാ ഉഭയകക്ഷി സഭ എന്ന രീതിയിൽ 2 സഭകളുള്ളതാണ് നമ്മുടെ പാർലമെന്റ്. അതുകൊണ്ടാണ് ഫെഡറൽ സിസ്റ്റത്തിന് ഇത് സഹായകരമാകുന്നു എന്ന് ചെയ്യുന്നത് നമ്മൾ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നിവിടെ എഴുതിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? എന്തുകൊണ്ടാണ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നിവിടെ എഴുതിയിരിക്കുന്നത്? കാരണം നമ്മുടെ ഭരണഘടനയിൽ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക, നമ്മുടെ ഭരണഘടനയിൽ ഒരു സ്ഥലത്തും എന്തില്ല? ഫെഡറൽ എന്ന് പറയുന്ന വാക്കില്ല. അതായത് വ്യക്തമായി എഴുതുകയാണ് എന്നുണ്ടെങ്കിൽ ഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു വാക്ക് എവിടെ കാണാൻ സാധിക്കില്ല? നമ്മുടെ ഭരണഘടനയിൽ ഒരു സ്ഥലത്തും കാണാൻ സാധിക്കില്ല. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? പല തവണയായിട്ട് സ്റ്റേറ്റ്മെന്റുകളായിട്ട് വന്നിട്ടുള്ളൊരു ചോദ്യമാണത്. ഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മുടെ ഭരണഘടനയിൽ ഒരു സ്ഥലത്തും കാണാൻ സാധിക്കുകയില്ല. എന്തുകൊണ്ട്? കാരണം പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ 1ാമത്തെ ആർട്ടിക്കിൾ നിങ്ങൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്താണ്? ഇറ്റ് ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. എന്താണെന്നാണ് പറയുന്നത്? യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് പറയുന്നത്. വളരെ ശക്തമായിട്ട് വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നു. അതായത് എന്താണ് അതിനർത്ഥം? നമ്മൾ ഫെഡറേഷൻ ആണോ എന്ന് ചോദിച്ചാൽ നമ്മളൊരു ഫെഡറൽ സിസ്റ്റം ഉണ്ട്, നമുക്ക് വ്യക്തമായ അധികാരങ്ങളുള്ള സംസ്ഥാനങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യം എങ്ങനെയാണെന്നാണ് ഡിഫൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്? യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. സ്റ്റേറ്റുകളുടെ ഒരു യൂണിയൻ ആണ്. എന്താണ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം വരുന്നത്? അതായത് ഇതൊരു എഗ്രിമെന്റിലൂടെ ഒന്നിച്ചു ചേർന്ന ആളുകളല്ല. എന്താണ്? ഇതൊരു എഗ്രിമെന്റ് അല്ല. എന്തുകൊണ്ട് എഗ്രിമെന്റ് അല്ല എന്ന് പറയുന്നത്? കാരണം പിന്നീട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സീഡ് ചെയ്ത് പോവാൻ സാധിക്കില്ല. അതായത് വിട്ടുപോകാൻ സാധിക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? വിട്ടുപോകൽ എന്താണ്? വിട്ടുപോകൽ എന്ന് പറയുന്ന പരിപാടി നടക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? വിട്ടുപോകൽ എന്ന് പറയുന്ന പരിപാടി നടക്കില്ല. അതാണ് സീഡ് ചെയ്യുക. സീഡ് എന്ന് പറയില്ലേ, സെസേഷൻ എന്നൊക്കെ പറയില്ലേ, സീഡ് ചെയ്ത് പോവാൻ സാധിക്കില്ല. എഗ്രിമെന്റിന്റെ ഒരു ഫലത്തിലല്ല. അതായത് ഈ സംസ്ഥാനങ്ങളൊക്കെ ശരി തൽക്കാലം ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു എന്ന് വെച്ചിട്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാക്കിയെടുത്തതല്ല. പകരം എന്താണ്? ദിസ് ഈസ് ദ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്. ഇതെന്താണ്? ഇതൊരു യൂണിയൻ ആണ്, ഒത്തുചേരലാണ്. ഇത് എന്താണ്? ഇത് പെർമനന്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന വാചകത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ദിസ് ഈസ് നോട്ട് an outcome of an agreement between the states. This is not an agreement. This is not an outcome after an agreement between the states. സംസ്ഥാനങ്ങളുടെ ഇടയിലുള്ള ഒരു എഗ്രിമെന്റിന്റെ ഒരു ഔട്ട്കം അല്ല ഏത്? നമ്മളുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്തില്ല? അവർക്ക് സിസീഡ് ചെയ്ത് വിട്ടുപോകാനുള്ള ഒരു അധികാരവും ആർക്കില്ല? ഒരു സംസ്ഥാനത്തിനും ഇല്ല എന്നാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇവിടെ പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? സോ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണെന്നാണ് നമ്മളുടെ ഇന്ത്യയെ വിശേഷിപ്പിക്കുന്നത്. ഫെഡറേഷൻ എന്നല്ല എന്ന കാര്യം കൂടി എന്ത് ചെയ്യുക? നിങ്ങൾ വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ അങ്ങോട്ട് പറയാൻ പോകുന്നത് എന്താണ്? ഫെഡറൽ ഫീച്ചറുകൾ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ എന്ത് പറയേണ്ടതുണ്ട്? യൂണിറ്ററി ഫീച്ചറുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ട് തുടങ്ങുന്നതായിരിക്കും. ഓക്കെ ആണോ?